ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടത്. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. എനിക്ക് സംസ്കാരം കൂടെ ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോ ഇപ്പോൾ നല്ല ചൂടുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അത് തന്നെ, തെരഞ്ഞെടുപ്പ് തന്നെ. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം എല്ലാവരും കൂടി മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകളിൽ ഒരു വിഷയം ഭയങ്കരമായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുകയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. CPM നേതാവായ തോമസ് ഐസക്കും അതുപോലെ തന്നെ 2020 മത്സരാർത്ഥിയായ അഖിൽ മാരാറും നടത്തിയ ചില രാഷ്ട്രീയ പ്രസ്താവനകളാണ്. സിനിമാ താരവും അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മത്സരിക്കുന്ന രമേശ് പിഷാരടിയെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തെത്തിയപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ താരങ്ങളൊക്കെ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസാധാരണമാണ്. പക്ഷേ ചില പ്രസ്താവനകൾ അത് ഭയങ്കര വിവാദത്തിലോട്ട് പോകാറുണ്ട്. അങ്ങനെ ഒരു വിവാദമാണിത്. ആദ്യം തന്നെ നമുക്ക് തോമസ് ഐസക് എന്ന് പറയുന്ന നേതാവ് നടത്തിയ ഒരു പ്രസ്താവന നമുക്കൊന്ന് കേട്ടു നോക്കാം. ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവെക്കുക, ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? കോമാളി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പാർട്ടിയിൽ തന്നെയല്ലേ സിനിമാ താരമായ ഇന്നസെന്റും അതുപോലെ തന്നെ മുകേഷൊക്കെ മത്സരിച്ചത്? അപ്പോൾ അതൊന്നും ഒരു കോമാളിത്തരമല്ല. അതായത് തോമസ് ഐസക് എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രമേശ് പിഷാരടി എന്ന് പറയുന്ന അദ്ദേഹത്തിന് രാഷ്ട്രീയ യോഗ്യതയും അതുപോലെ തന്നെ സിനിമാ താരമായിട്ടുള്ള ഒരു ഇമേജിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് വന്ന ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ കുറച്ച് ഓവറായിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. അതായത് അദ്ദേഹത്തിന്റെ കഴിവിനെയല്ല ഇവിടെ പരാമർശിക്കുന്നത്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് പിഷാരടിയുടെ മറുപടി തന്നെയാണ്. ആ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇന്നലെ നല്ല പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഏകദേശം രാത്രി റൂമിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി എന്നറിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തില്. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോ രമേശ് പിഷാരടി ഭയങ്കര പക്വതയോടെയല്ലേ ഇതിനകത്ത് ഇദ്ദേഹം പ്രതികരിച്ച്, അതുപോലെ തന്നെ ഭയങ്കര മാന്യതയോടെയും ഭയങ്കര ശാന്തമായിട്ടാണ് രമേശ് പിഷാരടി തോമസ് ഐസക് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ മറുപടി കൊടുത്തത്. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് രമേശ് പിഷാരടി കൊടുത്തത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പരക്കം പറയുന്നത് ഇതാണ് മെച്യൂരിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മെച്യൂരിറ്റി. വ്യക്തിപരമായ ഒരു ആക്രമണത്തിലേക്ക് പോയില്ല, പക്ഷേ കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് അഖിൽ മാരാറ് പറഞ്ഞ പ്രസ്താവനയിലോട്ട് കടക്കാം. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. അങ്ങനെയുള്ള അഖിൽ മാരാറിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, എന്തും എവിടെയും വിളിച്ചു പറയുന്ന ഒരു കൂട്ടത്തിലാണ്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൂടെ വന്ന ആളാണ്.
അദ്ദേഹം അതിനകത്ത് നല്ലൊരു ഗെയിമർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാനടക്കം ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് അദ്ദേഹം നടത്തിയ ഇതുപോലെയുള്ള കുറച്ച് പ്രസ്താവനകൾ നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതായത് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ അഖിൽമാരാർ എന്ന അദ്ദേഹം ഈ ലാസ്റ്റ് സീസണിൽ തന്നെ ഒരു നെവിൻ എന്നൊരു കണ്ടസ്റ്റന്റിനെ ഒരു നല്ല രീതിയിലല്ലാതെ അയാളുടെ ഗെയിമിനെ ഭയങ്കര മോശമായിട്ട് പറയുകയുണ്ട്. അത് ആ ഗെയിം കാണുന്നവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിലും ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പറഞ്ഞു. പക്ഷെ അതും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള നിലപാടൊന്നും അല്ല അതിലൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ വിയോജിക്കാൻ തുടങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് നമുക്കെല്ലാം കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. നേരത്തേക്ക് എനിക്കിതൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്താ പറയുക, ഭയങ്കര ഒരു ഫാനായിരുന്നു ഞാനതൊക്കെ പറയാൻ നേരത്ത്. അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് കാണാൻ ആഗ്രഹിച്ചേക്കണ തന്നെ ഒരാളൊക്കെ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊണ്ട് പിഷാരടിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. എന്ന് വെച്ചാൽ പിഷാരടിയുടെ യോഗ്യത എന്ത് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പോസ്റ്റിൻ്റെ കാര്യമാണ്. എന്തായാലും ഞാൻ ആ പോസ്റ്റും കൂടി ഇവിടെ നിന്ന് വായിച്ചു വിടാം. പിഷാരടിയും അഖിൽമാരാരും തമ്മിലുള്ള വ്യത്യാസം. പിഷാരടി നാളിതുവരെ ഒരു ജനകീയ വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ടിട്ടില്ല. 2 ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. 3 പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു കേസുകളിലും പോലും പ്രതിയായിട്ടില്ല. 4 സ്വന്തം കാര്യം നോക്കി കോടികൾ സമ്പാദിച്ചു, ജീവിതവും കുടുംബവും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് തന്നാൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു വീണ്ടും അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ MLA ആയി മാറി. ഒരേ സമയം മമ്മൂക്കയുടെ താല്പര്യം അതേസമയം ആന്റോ ജോസഫിന്റെ താല്പര്യം സംരക്ഷിച്ചു സിനിമാ മേഖലയിൽ തുടർന്നും സജീവമായി പോകാനുള്ള ശ്രമം. ലാഭമല്ലാതെ പിഷാരടിക്ക് യാതൊരു നഷ്ടവും ഈ തീരുമാനം കൊണ്ട് വരുന്നില്ല. അതേസമയം CPMന് വിജയസാധ്യത ഉള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കോൺഗ്രസിന് ഒരു സീറ്റ് പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത ആ പാർട്ടിയുടെ ഉണ്ടെന്ന് കരുതാം. ഇതിപ്പോൾ കാശ് കൊടുത്ത് MLA ആവാൻ പോയത് പോലെയുണ്ട്. ഷാഫി പറമ്പിൽ പിഷാരടിക്ക് വിറ്റ പാലക്കാട് സീറ്റ് തോൽക്കും എന്ന് തോന്നുമ്പോൾ CPM അവിടെ BJPയുമായി ഡീൽ വെച്ചെന്ന് പറയാൻ നാണമില്ലേ എന്ന ചോദ്യം മാത്രം. ഇനി അഖിൽമാരാർ 2012 മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവം. നിരവധി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിരവധി സമരങ്ങൾ. അക്കാലത്ത് മാത്രം 13 കേസുകൾ. CPM ആക്രമണത്തിന് തല തകർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരൻ. സ്വതന്ത്രൻ ആയി ഇടതു കോട്ടയിൽ മത്സരിച്ചു 1500 വോട്ടുകൾ നേടി. തുടർന്നും കൊട്ടാരക്കരയിൽ പ്രാദേശിക വിഷയങ്ങളിൽ സജീവ ഇടപെടൽ. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആക്രമിച്ച കേസിലെ പ്രതി. 2 തവണ വധശ്രമത്തിന് ഇരയായ വാദി. സിനിമ എഴുതി സംവിധാനം ചെയ്തതും കേരള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന ഒരു താത്വിക അവലോകനം. നിരവധി ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകൻ. ബിഗ് ബോസിൽ പോകും മുമ്പ് സമ്പാദ്യം ശൂന്യം. വീടില്ല, സ്വന്തമായി ആകെയുള്ളത് കൂട്ടുകാരൻ ലോണിട്ട് എടുത്തു കൊടുത്ത ഒരു വാഹനം മാത്രം. ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഭാര്യയെയും 2 പെൺകുഞ്ഞുങ്ങളെയും നോക്കാൻ ബിഗ് ബോസിൽ പോയത് ജയിക്കും എന്ന് കരുതിയല്ല, കിട്ടുന്ന ശമ്പളം കടം തീർക്കാൻ എങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് കരുതി മാത്രം. ജയിച്ചു വന്ന ശേഷവും ലാഭനഷ്ടങ്ങൾ നോക്കി മിണ്ടാതെ ഇരുന്നിട്ടില്ല. നാടിനു വേണ്ടി സധൈര്യം സംസാരിച്ചു. പിണറായി വിജയനെയും സർക്കാരിനെയും ശക്തമായ ഭാഷയിൽ എതിർത്തു. ജനകീയ സമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. വീണ്ടും കേസുകളിൽ പ്രതിയായി. ഇനി മത്സരിക്കാൻ ആഗ്രഹിച്ചത് പോലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ്. തിരഞ്ഞെടുത്തത് ആരും ജയിക്കില്ല എന്ന് കരുതിയ തൃക്കാക്കര. 34 വയസ്സ് വരെ ഒന്നുമില്ലാത്തവൻ. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരു വീടും കാറും ഒക്കെ വാങ്ങി. അതൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് ഒരു വിഷമവുമില്ല. തോൽക്കും എന്ന് നിങ്ങൾ പറയുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ലാഭമോ നഷ്ടമോ? ഇന്നലെ വരെ ലാഭം നോക്കി ജീവിച്ച പിഷാരടി വീണ്ടും ലാഭം കൊയ്യാനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ആ പിഷാരടിയെ ഞാനുമായി താരതമ്യം ചെയ്യരുത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ പോലീസിന്റെ അടികൊണ്ട കോൺഗ്രസ്സുകാർ പിഷാരടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇത്ര നാളും മറ്റുള്ളവരെ ചിരിപ്പിച്ച പിഷാരടി ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ടാവും, മണ്ടന്മാർ. ബിഗ് ബോസിലെ 100 ദിവസത്തെ മാരാരേക്കാൾ എത്രയോ പവർഫുൾ ആണ് ജനങ്ങൾക്കിടയിൽ ജീവിച്ച ജനങ്ങളെ അറിഞ്ഞ അഖിൽ മാരാർ. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താ തോന്നിയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിനെക്കുറിച്ചൊന്നും അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല.
വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇടേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിഷാരടിയുടെ കഴിവുകളും അദ്ദേഹത്തെ ഈ പറയുന്ന അഖിൽ മാരാറിന്റെ കഴിവുകളും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യം എന്തായിരിക്കുന്നത്? അതും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ വന്നിട്ട് നമ്മളൊന്നും പറയുന്നില്ല ഇതിനെയൊന്നും. ഇനി നമുക്ക് രമേശ് പിഷാരടി കൊടുത്ത മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. എന്താണല്ലേ, അതായത് റോക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് അതുപോലത്തെ ഒരു മാസ് റോക്കാണ് പിഷാരടി ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയേക്കണത്. ആരും തന്നെ പ്രതീക്ഷിച്ച് കാണില്ല ഇതുപോലത്തെ ഒരു മറുപടി. ഈ ഇടയായിട്ട് അഖിൽ മാരാർ നടത്തുന്ന ഓരോ പ്രസ്താവനകളും ഇതുപോലെ ഇങ്ങനെ ചീറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് രമേശ് പിഷാരടി എടുത്തു പറയുന്നുണ്ട്, അദ്ദേഹം ഇന്ന് പറയുന്നതായിരിക്കത്തില്ല നാളെ പറയണത്, നാളെ പറയുന്നതായിരിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് പറയുന്നത്. അതുപോലെ തന്നെ 2 വർഷമോ 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ രമേശ് പിഷാരടിനെ കുറിച്ച് നല്ലതായിരിക്കും പറയണത്. അതായത് 2-3 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമുക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നോക്കാമെന്നും അല്ലേ. എന്ത് അത്യുഗ്രമായ മറുപടിയാണ് കൊടുത്തത്. അഖിൽ മാരാറിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്കിങ്ങനെ പറയാനായിട്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അഖിൽ മാരാറിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചു എന്ന രീതിയിലാവും. പിന്നെ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ നമുക്കതൊക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. അതായത് അതുപോലെയുണ്ട് അഖിൽ മാരാറിൻ്റെ ഓരോ ഹീറോയിസം. പക്ഷെ ആ ഹീറോയിസം വന്നു ചേരുന്നത് ലാസ്റ്റ് സീറോയിസത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.